എല്ലാവർക്കും കലാ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും യൂട്യൂബിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുങ്ങാറുണ്ട് കേട്ടോ. കുറേ പേര് അത് ചോദിക്കുന്നു, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എവിടെയാണ് മുങ്ങിയിട്ട് പിന്നെ ഞാൻ വീണ്ടും തിരിച്ചു വന്നു എന്ന് പറയുന്നത് എവിടെയായി മുങ്ങണേന്ന് ചോദിക്കുന്നുണ്ട്. എവിടെയും മുങ്ങുന്നൊന്നല്ല, കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് വീഡിയോ എടുക്കാനും എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യാനും പറ്റാതിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു Q&A ചെയ്യണമെന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർക്ക് ചോദിക്കാറുള്ളത്. അതിൻ്റെ താഴെ എനിക്ക് വെറും 3 കമൻറ്റ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുന്നേ ബാക്കിയുള്ള വീഡിയോസിൻ്റെ താഴെയായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഞാനൊരു Q&A പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു Q&A ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ താഴെയായിട്ട് കമൻറ്റ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലായിരുന്നു എനിക്കൊന്ന് കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഇന്ന് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ഫസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിൻ്റെ താഴെ വന്ന കമൻറ്റാണെന്ന് വെൽക്കം ബാക്ക്, കൂടെ ഒരു ചലഞ്ച് പോരട്ടെ എന്നുള്ളത്. എനിക്കൊന്നും എൻ്റെ വീഡിയോസ് കാണുന്നവർ ഏറ്റവും കൂടുതൽ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചലഞ്ചിങ് വീഡിയോ ആവാനാണ് ചാൻസ്. കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ ഡിഫറെൻറ്റ് ചലഞ്ച് ഞാൻ ഇതുവരെ കേൾക്കാത്തത്. കുറേയൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ചലഞ്ച് ചെയ്യാം, ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് ചെയ്യാം എന്നുള്ളതിലാണ് നിൽക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഹായ്, നിങ്ങളുടെ ആം പിഞ്ചിങ് ചലഞ്ച് വീഡിയോ കണ്ടായിരുന്നു, സൂപ്പർ. പണ്ട് സ്കൂൾ ടൈമിലൊക്കെ കുറേ നുള്ളിൽ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണോ ആ ചലഞ്ച് വീഡിയോ ചെയ്യാൻ റെഡിയായത്? എനിക്ക് ക്വസ്റ്റ്യൻ ഭയങ്കര ഇഷ്ടമായി. സ്കൂൾ ടൈമിൽ നുള്ളൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ അതുകൊണ്ടൊന്നല്ല ആംപിഞ്ചിങ് ചെയ്തത്. കുറേ പേര് ഇതുപോലെ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ആംപിഞ്ചിങ് എന്താണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആംപിഞ്ചിങ് വെച്ച് വിചാരിച്ചപ്പോൾ ഇവിടെ നുള്ളെന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അപ്പം സ്കൂൾ ടൈമിൽ നുള്ള് കിട്ടിയത് വെച്ചിട്ട് ചെയ്തതല്ല, അല്ലാതെ ചെയ്തതാണ്. സ്കൂൾ ടൈമിൽ നുള്ള് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സ്ലാബ് ചലഞ്ചിങ് വീഡിയോ ചെയ്യുമോ? സ്ലാബ് ചലഞ്ചിങ്, സ്നീസിങ് ചലഞ്ചിങ്, നോസ് പുള്ളിങ് ചലഞ്ചിങ്, സ്ലാബ് ചലഞ്ച്, ഈറ്റിംഗ് ചലഞ്ച്, നോസ് പുള്ളിങ് ചലഞ്ച്, പിന്നെന്താ ഇയർ പുള്ളിങ് ചലഞ്ച്, ഇതൊക്കെയാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചലഞ്ചിങ് റിക്വസ്റ്റ് കുറേ വന്നിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും വായിക്കുന്നില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ, मैम एक रिक्वेस्टेड ईटिंग चैलेंज पेड वीडियो बनवाने हैं तो उसका कितना चार्ज हो बताइए प्लीज़. ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ എത്രയാണ് ചാർജ്, പെയ്ഡ് വീഡിയോ ചെയ്യാൻ? സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് അങ്ങനെ ഈറ്റിംഗ് ചലഞ്ചിന് എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു പെയ്ഡ് വീഡിയോയുടെ ആവശ്യം അവിടെ ഇല്ലല്ലോ. അപ്പം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യമില്ല, പെയ്ഡ് വീഡിയോയുടെ ആവശ്യമില്ല, പെയ്ഡിൻ്റെ ആവശ്യമില്ല, ഞാൻ എനിക്ക് പറ്റുമ്പോൾ ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാമെന്ന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പിന്നെയും പറഞ്ഞു, ഇറ്റ്സ് പേഴ്സണലി ചലഞ്ച്, സോ ഇറ്റ്സ് പെയ്ഡ് ആൻഡ് പ്ലീസ് റിപ്ലൈ, ഐ എം വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു, ഞാൻ ചെയ്യാം, വെയിറ്റ് ചെയ്തോളൂ, ഞാൻ ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യാം. എൻ്റെ മെയിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെ ID പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിലൊക്കെയോ അല്ലെങ്കിൽ എന്തെങ്കിലും. നമ്മൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പെയ്ഡായിട്ട് ചെയ്യുന്നില്ല, അല്ലാതെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഐ എം വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വേറെയും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ റിപ്ലൈ തരുന്നു. എനിക്കൊന്നും നമ്മുടെ ഇവിടെ നിന്നുള്ള നോർത്ത് ഇന്ത്യ ആണെന്ന് തോന്നുന്നു, ഹിന്ദി ആയതുകൊണ്ട് എനിക്കറിയില്ല. റൈഡർ ഗേൾ ആണ് അക്കൗണ്ടിൻ്റെ പേര്. പിന്നെ ഫേക്കൊന്നല്ല, കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും. അതിൻ്റെ പൈസ തന്നിട്ടില്ല, ആവശ്യമൊന്നുമില്ല. പെയ്ഡ് വീഡിയോയുടെ ആവശ്യമൊന്നും, അവിടെ ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ അതിന് പൈസയുടെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ എന്തായാലും ചെയ്യും. അല്ല ഇതൊരു ഫേക്ക് ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. പിന്നെ നോസ് ബ്ലോയിങ് ചലഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ചലഞ്ച് തന്നെയാണ് കേട്ടോ, കുറേ ചലഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ ലോങ് നെയിൽസിന് എന്ത് പറ്റി, പ്ലീസ് കീപ്പ് യുവർ ലോങ് നെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് നെയിൽസ് ഒന്നും നമ്മൾ വിചാരിക്കുന്ന അങ്ങനെ നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. അതത്ര എനിക്ക് കുഞ്ഞുള്ളതുകൊണ്ട് അത്ര സേഫായിട്ട് തോന്നിയില്ല. ഞാൻ ഇന്നലെയാണ് കുറച്ചും കൂടെ വളർത്തിയിട്ടുണ്ടായിരുന്നു, അന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും വളർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കട്ട് ചെയ്തു. ഒന്നാമത് നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യണം, നല്ല ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് നല്ല നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് കെയർ ചെയ്യുന്നത് മാത്രമല്ല, നമ്മളെ കുഞ്ഞിന് എന്തെങ്കിലും മുട്ടോ അങ്ങനെയൊക്കെ നമ്മൾ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണ്ടാന്നുള്ളതുകൊണ്ട് കുറച്ചാളും കൂടെ കഴിഞ്ഞിട്ട് വളർത്താമെന്ന് വിചാരിച്ചു. അത് 2-3 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ലോങ് നെയിൽസിന് എന്ത് പറ്റി, ലോങ് നെയിൽസ് വെക്കണം, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ചലഞ്ച് എന്ന് പറഞ്ഞത്, നെക്സ്റ്റ് ചലഞ്ച് ഹെവി ഹെയർ ഓയിലിംഗ് ചലഞ്ച്. ഹെവി ഹെയർ ഓയിലിംഗ് ചലഞ്ച് എന്താ ഉദ്ദേശിച്ചത്, നല്ല രീതിയിൽ തലക്ക് എണ്ണ തേച്ചിട്ട് വെക്കലാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനത് ചെയ്തിട്ടില്ല, എനിക്കത് കറക്റ്റ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിഞ്ചിങ് ചലഞ്ച് പാർട്ട് 2 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ ചേച്ചി, എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡെയിലി എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടുന്ന കുറേ അക്കൗണ്ട് ഉണ്ട് കേട്ടോ, ഞാൻ എടുത്ത് പറയുന്നില്ല. ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ,
ഇനി എന്തായാലും ഞാൻ വീഡിയോ ഇടും. എന്നെ ഇങ്ങനെ ഒരാളെങ്കിലും ഒരാൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഞാൻ ഇങ്ങനെ ജസ്റ്റ് റീൽ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ മെസ്സേജ് എൻ്റെ ബർത്ത്ഡേക്ക് വന്ന മെസ്സേജ് മുഴുവൻ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെയാണ് ഈ മെസ്സേജ് എല്ലാം വന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും കണ്ടില്ല. ഇപ്പോൾ Q&Aൻ്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ ഞാനിതെന്താ ഒന്നും വന്നില്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ കുറേ മെസ്സേജ് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻസ്റ്റയിൽ ഞാനങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇപ്പോഴാണ് ഞാൻ അവർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്തത് ഇയർപുള്ളിങ് ചലഞ്ച് വീഡിയോ സീരീസ് ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ സീരീസ് ആയിട്ടൊന്നും നമ്മൾ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ ഹാൻഡ് ഗാഗ് ചലഞ്ച്, സീക്രട്ട് ടെല്ലിങ് ചലഞ്ച്, ഇതൊന്നും എന്താണെന്ന് പോലും എനിക്കറിയില്ല. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്നീസിങ് ചലഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചകിരിനാര് വെച്ചിട്ട് ചെയ്യൂ, കൂടുതൽ തുമ്മിയ ആൾ വിന്നർ. എന്താ പറയുക, അല്ലാതെ തന്നെ ഇവിടെ തുമ്മിക്കൊണ്ട് നിൽക്കുവാണ്. അതിന് ചകിരിനാര് വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഹെയർ പുള്ളിങ് ചലഞ്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബീഡ്സിൻ്റെ വീഡിയോ, അതായത് ഞാൻ മുന്നേ നമ്മുടെ കൈ ചെയിനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്ന സ്റ്റോറിയും റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ ഒരു അക്കൗണ്ടിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ ബീഡ്സ് എവിടുന്നാണ് വാങ്ങുന്നതെന്നുള്ളത്, കരിവളയുടെ ബീഡ്സ് എവിടുന്നാണ് വാങ്ങിയെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബീഡ്സും എല്ലാ ബ്രേസ്ലെറ്റ് മേക്കിങ്ങിൻ്റെയും ഹെയർ ബാൻഡ് മേക്കിങ്ങിൻ്റെയും എല്ലാ സാധനങ്ങളും ഞാൻ മീഷോന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മീഷോയിലാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് മാത്രമേ ഉള്ളൂ. ക്വാളിറ്റി ശ്രദ്ധിക്കണം. എന്നാലും ഇതുവരെ എനിക്ക് കിട്ടിയൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മീഷോന്നായിരുന്നു. പിന്നെ നമ്മുടെ കല്ലൂസിൻ്റെ റീൽസിന് കുറേ പേര് എന്നോട് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് കുട്ടിയെ റീൽസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്, എന്താ ട്രെയിനിങ് കൊടുക്കുന്നതെന്ന്. ഞാൻ ഒരു ട്രെയിനിങ് അവൾക്ക് കൊടുക്കുന്നില്ല. അവൾ ഈ ഷോർട്സ് ഇടക്ക് കാണാറുണ്ട്, ഫോണിലെ ഷോർട്സ് ഇടക്ക് കാണുമ്പോൾ അതൊരു 2 തവണ കാണുമ്പോൾ തന്നെ ആ ഡയലോഗിൻ്റെ എക്സ്പ്രഷൻ അവളിടും. അവൾക്ക് പറയാനായില്ല, പക്ഷേ അവൾ ആ എക്സ്പ്രഷൻ ഇടും. അപ്പോൾ മുന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവൾ അതുപോലെ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാമറ ഓൺ ചെയ്ത് അതുപോലെ പിടിക്കുമ്പോൾ ആ വോയിസ് അവിടെ പ്ലേ ചെയ്ത് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ അവൾ കുറച്ച് ഷൈ ആവും. അന്നേരം എന്താ പറയുക, അതുപോലെ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഇടാത്തത്. കുറേ ഷോർട്സ് അവൾക്കറിയാം. അപ്പം ജസ്റ്റ് അവളെ നല്ല മൂഡ് നോക്കിയിട്ട് ഞാൻ അന്നേരം ക്യാമറ ഓൺ ചെയ്തെടുക്കുന്നതാണ്. ഒറ്റ ടേക്കിൽ തന്നെ സംഭവം. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് 2-3 തവണ നല്ല രീതിയിൽ ചെയ്യാനൊന്നും അവൾ സമ്മതിക്കത്തില്ല. ഒറ്റ ടേക്കിൽ കിട്ടിയാൽ അത്രേ ഉള്ളൂ. അവൾ ആ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ എന്ത് ട്രെയിനിങ്ങാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ട്, ഞാൻ ഒരു ട്രെയിനിങ് ഇതുവരെ അവൾക്ക് കൊടുത്തിട്ടില്ല. അവൾ ചെയ്യുമ്പോൾ ഞാൻ എടുക്കും, അത്രേ ഉള്ളൂ. അവൾ ഒറ്റയ്ക്ക് കാണുമ്പോൾ തന്നെ അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ നിങ്ങളുടെ സബ്സ്ക്രൈബറാണ് എന്തോ ഒരു ചലഞ്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് ക്ലിയർ ആയില്ല, ഞാനത് ക്ലിയർ ആയില്ല. എന്തെങ്കിലും അതിൻ്റെ ഡെമോ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അക്കൗണ്ട് നെയിം ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കാണുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അതിനുശേഷം അവർ റിപ്ലൈ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആരോ അപ്പോൾ കൊല്ലത്ത് എവിടെയാണ് വീടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വീട് കൊല്ലത്തല്ല, കണ്ണൂർ ജില്ലയിൽ പടിയോട്ടിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇങ്ങനെ എപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് കൊല്ലത്ത് എവിടെയാണ് വീടെന്നല്ല, കൊല്ലത്ത് എവിടെയാണ് വീടെന്ന് ചോദിച്ചാൽ. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് റവന്യൂ എത്രയാണെന്ന് കറക്റ്റ് പറയുമോ എന്നുള്ളത്. കറക്റ്റ് പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഇനി എനിക്ക് യൂട്യൂബ് റവന്യൂ കറക്റ്റ് പറയുകയാണെങ്കിൽ 0 ആണ്. കാരണം എനിക്ക് ഇതുവരെ റവന്യൂ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. സബ്സ്ക്രൈബേഴ്സ് ആയി, പക്ഷേ വാച്ച് അവർ 4000 വാച്ച് അവർ ആവണമല്ലോ. അത് കംപ്ലീറ്റ് ആയില്ല. എന്നാൽ മാത്രമേ നമുക്ക് റവന്യൂ കിട്ടുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വീഡിയോ മാക്സിമം ഫുള്ള് കാണുക. എന്നാൽ മാത്രമേ നമുക്ക് വാച്ച് അവർ കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ റവന്യൂ നിലവിൽ എനിക്കൊന്നും യൂട്യൂബിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് ചോദിച്ചുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയമായി, ഇനി ഏതായാലും ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നെ എന്തെങ്കിലും ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ഇടുക. മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കും. പിന്നെ എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.